ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന റിങ് റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് റവ ആണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഈ റവയിലേക്ക് പാകത്തിന് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ കപ്പ് വെള്ളം നമ്മളിതിലേക്ക് റവയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചൂടോടുകൂടെ തന്നെ ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മളിപ്പോൾ ഈ റവ നോക്കുമ്പോൾ നല്ലൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തൊരു നല്ല കട്ടിയായിട്ടായിരിക്കും ഈ ഒരു റവ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ആദ്യമായിട്ട് ഞാനിതാ ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം 1/4 കപ്പ് റവ ആണ് എടുത്തിട്ടുള്ളത്. അതേ ഒരു അളവിൽ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അരിപ്പൊടിക്ക് നമ്മൾ പാകത്തിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ സ്പൂണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴക്കുന്നതിന് മുമ്പ് നമ്മളിതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ചുടുവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നോക്കാം. അതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മൈദപ്പൊടി എന്തെങ്കിലും ഇട്ടെടുത്തതിന് ശേഷം നമ്മുടെ കുഴച്ചെടുത്തിട്ടുള്ള മാവുണ്ടല്ലോ അത് ഇവിടെ ഇട്ടെടുക്കാം. അതിന് ശേഷം അതിൽ നിന്നും ഒരു കഷ്ണം മാവ് എടുത്തിട്ട് നമ്മളിതാ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് നന്നായിട്ട് നേർത്ത ഒരു കഷ്ണാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിതിൽ നിന്നും ഓരോ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത ഓരോ കഷ്ണം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു റിങ്ങില്ലേ അതുപോലെ നമ്മൾ വട്ടത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് വട്ടത്തിലാക്കി നമ്മൾ എടുക്കുന്ന സമയത്ത് 2 അഗ്രഭാഗങ്ങളും ശരിക്കും നന്നായിട്ടൊന്ന് പൂട്ടി കൊടുക്കണം. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ഒന്ന് പ്രസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ലൈക്ക് തരണം കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കറുമുറ നല്ലൊരു ടേസ്റ്റോടുകൂടെ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. ഇനി 2 3 ഇട്ടാലൊന്നും ഒട്ടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ എടുത്ത് നമുക്ക് ചൂടുള്ള ഓയിലിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
വളരെ ഈസിയായി നമുക്ക് കടകളിൽ നിന്നും കിട്ടുന്ന ആ ഒരു റിങ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറുമുറ റിങ്ങാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തരണേ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.